ഏയ്, താൻ എന്റെ ഫ്രണ്ട്സിനെയും വൈഫിനെയും എവിടെയാ പൂട്ടി വെച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ ഇപ്പൊ അവരെ വെറുതെ വിട്ടാൽ തന്റെ ഈ അവസ്ഥയ്ക്കുള്ള മറുമരുന്ന് ഞാൻ തരാം. എന്താ വേണോ? ഋഷി അവനോട് ചോദിച്ചു. അത് കേട്ട് അയാൾ ഞെട്ടിപ്പോയി. എന്താ താൻ ഈ പറയുന്നത്? തനിക്കൊന്നും അത് ചെയ്യാൻ കഴിയില്ല. ഗോസ്റ്റ് ലോഡിന്റെ നേതാവിന് മാത്രമേ ആ ഗുളിക ഉണ്ടാക്കാൻ കഴിയൂ. ജസ്റ്റിൻ ഉറപ്പിച്ചു പറഞ്ഞു. നീ എന്ത് വിശ്വസിച്ചാലും അതെന്റെ കാര്യമല്ല. തനിക്കുള്ള മറുമരുന്ന് എന്റെ കൈവശമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം സംബന്ധിച്ച തനിക്ക് ഞാൻ മെഡിസിൻ തരാം. എന്താ വേണോ? ഋഷി ചോദിച്ചപ്പോൾ ജസ്റ്റിൻ ആശയക്കുഴപ്പത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ജസ്റ്റിന്റെ മറുപടി എന്തായിരിക്കുമെന്ന സംശയത്തോടെ ഋഷിയും അയാളെ നോക്കി. നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ജസ്റ്റിൻ സംശയത്തോടെ ചോദിച്ചു. അത് കേൾക്കെ ഋഷി ഒന്ന് നിശ്വസിച്ചു. എന്റെ ഭാര്യയും കൂട്ടുകാരും നിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഋഷി ജസ്റ്റിനെ നോക്കി ചോദിച്ചു. സത്യത്തിൽ ആ നിമിഷം ഋഷിയെ വിശ്വസിക്കുകയല്ലാതെ ജസ്റ്റിന് വേറെ വഴികളില്ലായിരുന്നു. ശരി, എനിക്ക് വേണം. പക്ഷേ നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നീ തരുന്ന മരുന്ന് ഫലം കാണുവരെ നിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ ഞാൻ വെറുതെ വിടില്ല. മെഡിസിൻ വല്ലതും ഫ്ലോപ്പായ എല്ലാത്തിനും ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. ജസ്റ്റിൻ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ ഋഷി അത് വലിയ കാര്യമാക്കിയില്ല. ഒട്ടും സമയം കളയാതെ തന്നെ ആ മരുന്നിനായുള്ള ചേരുവകളെല്ലാം ബുക്കിൽ നിന്നും വായിച്ചത് ഋഷി ഓർത്തെടുത്തിരുന്നു. ഋഷിയുടെ ഇപ്പോഴത്തെ ഓർമ്മശക്തി അപാരമായതിനാൽ അവൻ അതെല്ലാം എളുപ്പമായിരുന്നു. ആ ചേരുവകളിൽ ഒന്ന് ആ കറുത്ത ഫലമായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായി അന്ന് ആ ഫലം നിപുൺ വഴി ഋഷിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. പോക്കറ്റിൽ നിന്നും ആ ഫലമെടുത്ത് ഋഷി വേഗം അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. അരമണിക്കൂറോളം നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിൽ ഋഷി ആ മരുന്ന് നിർമ്മിച്ചിരുന്നു. അപ്പോഴേക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും കാരണം ജസ്റ്റിൻ തറയിൽ വീണുപോയിരുന്നു. ജസ്റ്റിൻ, ഇതാ മരുന്ന് കുടിക്കൂ. തയ്യാറാക്കിയ മരുന്നും വെള്ളവുമായി അങ്ങോട്ട് വന്ന ഋഷി പറഞ്ഞു. പക്ഷേ ഋഷിയോടുള്ള തന്റെ ഉള്ളിലെ അവിശ്വാസം കാരണം ജസ്റ്റിൻ അത് കഴിക്കാൻ നേരിയ തോതിൽ വിസമ്മതിച്ചിരുന്നു. എങ്കിലും അല്പം ബലമായി തന്നെ ഋഷി അത് അയാളെ കൊണ്ട് കഴിപ്പിച്ചു. അത് കഴിച്ച് അല്പം കഴിഞ്ഞതും ജസ്റ്റിൻ സാവധാനം നോർമലായി തുടങ്ങി. അവിടെ അടുത്തുണ്ടായിരുന്ന കൗച്ചിലിരുന്ന് അദ്ദേഹത്തെ വീക്ഷിക്കുകയായിരുന്നു ഋഷി. 10 മിനിറ്റിനുള്ളിൽ തന്നെ ജസ്റ്റിൻ പൂർണ്ണമായും ഓക്കെയായി. ആകെ ഞെട്ടിപ്പോയ അയാൾ തറയിൽ നിന്നും എഴുന്നേറ്റ് സ്വയം തന്നെ അവിശ്വാസത്തോടെ നോക്കി. അയ്യോ, ഞാൻ പഴയതുപോലെയായി. അത്ഭുതത്തോടെ അയാൾ വിളിച്ചു പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറഞ്ഞ കാര്യം പാലിച്ചു. ഇനി എന്റെ ഭാര്യയും സുഹൃത്തുക്കളെയും വെറുതെ വിടും. അയാളെ നോക്കി ഋഷി ഗൗരവത്തോടെ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ജസ്റ്റിന്റെ ഭാവം മാറി. നിക്ക്, അതിനു മുൻപേ നീ അല്പം കൂടി ഇതേ ഗുളിക ഉണ്ടാക്കണം. എന്റെ കൂട്ടാളികളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. അവരെയും രക്ഷിക്കേണ്ടതുണ്ട്. ജസ്റ്റിൻ പെട്ടെന്ന് പറഞ്ഞു. സോറി, ഇനി എനിക്ക് ഈ മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റില്ല, ഋഷി തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടതും ജസ്റ്റിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. താൻ ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിന്റെ ആ സുഹൃത്തുക്കളെയും ഭാര്യയും രക്ഷിക്കണമെങ്കിൽ മാത്രം മതി. താക്കീതോടെ ജസ്റ്റിൻ വീണ്ടും പറഞ്ഞു. തന്റെ വിചാരം എന്താ ജസ്റ്റിൻ? തന്നോടൊക്കെ ഫൈറ്റ് ചെയ്തവരെ രക്ഷിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ മെഡിസിൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതും അത് ഉണ്ടാക്കി തന്നതെന്നോ? ഒരു മനുഷ്യൻ എന്റെ മുമ്പിൽ കിടന്ന് മരിക്കണ്ടെന്ന് കരുതിയാ ഞാൻ ആ മെഡിസിൻ തനിക്കുണ്ടാക്കി തന്നത്, അല്ലാതെ തന്നോടുള്ള ഭയത്തിന്റെ പുറത്തൊന്നുമല്ല. ജസ്റ്റിനെ നോക്കി ഋഷി ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോ എന്റെ കൂടെയുള്ള അവരെന്താ, മനുഷ്യരല്ലേ? നീ ആ ബുക്ക് എടുത്തോണ്ട് പോയതുകൊണ്ടാ ആ ഗോസ്റ്റ് ലോഡ്സ് ഞങ്ങൾക്ക് ആ മെഡിസിൻ തരില്ലെന്ന് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്നവർ സഹിതം എല്ലാവരും ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജസ്റ്റിൻ ഒച്ചയെടുത്ത് പറഞ്ഞു. അത് കേട്ടതും ഋഷി ഒന്ന് നിശ്വസിച്ചു. താൻ എന്ത് പറഞ്ഞാലും എനിക്ക് ആ മെഡിസിൻ ഉണ്ടാക്കാൻ കഴിയില്ല ജസ്റ്റിൻ. അതുണ്ടാക്കാൻ പ്രത്യേക ഫ്രൂട്ട് ആവശ്യമാണ്. ഇന്ന് തന്നെ എന്തോ ലക്കിനാണ് അതെന്റെ കൈ കിട്ടിയത്. ആ ഫ്രൂട്ട് അത്രയും റെയർ ആയതുകൊണ്ട് അതെവിടുന്ന് എങ്ങനെ കിട്ടിയെന്നൊന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ യു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ആൻഡ് ലീവ് ഹിയർ. ഋഷി താക്കീതോടെ പറഞ്ഞത് കേട്ട് ജസ്റ്റിൻ സംശയത്തോടെ അവനെ നോക്കി. വെയിറ്റ്, താൻ പറയുന്നത് ആ കറുത്ത തിളക്കമുള്ള ആപ്പിൾ പോലുള്ള ഒരു ഫ്രൂട്ടിനെ പറ്റിയാണോ? ആശങ്കയോടെ അയാൾ തിരക്കി. അത് കേട്ടതും ഋഷിന്റെ കണ്ണ് വിടർന്നു. അതെ, പക്ഷേ അതെവിടെയും കിട്ടാനില്ലല്ലോ, നിരാശയോടെ ഋഷി പറഞ്ഞു.
നോ, കിട്ടും. അതെവിടെ കിട്ടുമെന്ന് എനിക്കറിയാം. അത് കിട്ടിയാ താൻ എന്റെ കൂട്ടാളികൾക്കായുള്ള മെഡിസിൻ തയ്യാറാക്കി തരുമെന്ന് ഉറപ്പാണോ? സംശയത്തോട് ജസ്റ്റിൻ ചോദിച്ചു. ഓഫ് കോഴ്സ്, ഞാൻ ഉണ്ടാക്കി തരാം, ഋഷി അത്യധികം താല്പര്യത്തോടെ പറഞ്ഞു. അത് കേട്ടതും ജസ്റ്റിന് വലിയ ആശ്വാസം തന്നെ തോന്നി. ഇവൻ ശരിക്കും ഞാൻ വിചാരിച്ച പോലെ അത്ര വലിയ കുഴപ്പക്കാരനെയല്ല. കൂടാതെ നല്ല ബുദ്ധിയും കഴിവുമുണ്ട്. കേവലം ആ ബുക്ക് വായിച്ച അറിവ് വെച്ച് ഇത്രയുമൊക്കെ ചെയ്യണമെങ്കിൽ ഉറപ്പായും ഇവനേതോ വലിയ പുള്ളിയാണ്. ജസ്റ്റിൻ തന്റെ മനസ്സിലോർത്തു. ശേഷം ഋഷിക്ക് നേരെ തിരിഞ്ഞു. ഞാൻ ആ ഫ്രൂട്ട് കൊണ്ടുവരാം. താൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ACP ഗൗരി വഴി താങ്കളെ കണ്ടുപിടിക്കാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഉപയോഗമുണ്ടായില്ല. ഇന്നിപ്പോ അബദ്ധത്തിൽ ആ ജ്വല്ലറിയുടെ മുമ്പിൽ വെച്ച് തന്നെ കണ്ടപ്പോ ഫോളോ ചെയ്തു വന്നതാ. പിന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ പിടിച്ചു കെട്ടിയത് തന്നെ ഒന്ന് ഭയപ്പെടുത്താനായിരുന്നു. ബട്ട് നൗ ഐ നോ താൻ പേടിക്കില്ല. ആൻഡ് ഐ ട്രസ്റ്റ് യു നൗ. പിന്നെ താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് അസ്. പക്ഷേ ഒരു കാര്യം താൻ എപ്പോഴും മൈൻഡിൽ വെക്കണം. ഈ മെഡിസിൻ വളരെ റെയറാണ്. വലിയ വലിയ കോടീശ്വരന്മാരെല്ലാം ഇതിൻ്റെ പിന്നാലെയുണ്ട്. ഇതിൻ്റെ ഔഷധക്കൂട്ടുകളും അതിൻ്റെ എല്ലാ അളവുകളും അറിയാൻ അവരെന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് താങ്കളും താങ്കളുടെ ഫാമിലിയും നല്ലതുപോലെ സൂക്ഷിക്കണം. ഋഷിന്റെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് ജസ്റ്റിൻ പറഞ്ഞു നിർത്തി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഋഷിയാകെ ചിന്തിച്ച് നിന്നു പോയിരുന്നു. ഇയാൾ പറഞ്ഞത് കാര്യമാണ്. എന്റെ ഫാമിലിക്കൊന്നും സംഭവിക്കുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ശ്രീലക്ഷ്മിക്കും അവളുടെ കുടുംബത്തിനും ആപത്തൊന്നുമില്ലാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. കൃത്യമായി അതിനെല്ലാം ഒരു പ്ലാൻ തയ്യാറാക്കണം. ഋഷിൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജസ്റ്റിന് നേരെ തിരിഞ്ഞു. താങ്ക് യു ജസ്റ്റിൻ. താങ്ക്സ് എ ലോട്ട്. ഐ വിൽ കീപ് ദിസ് ഓൾ ഇൻ മൈ മൈൻഡ്. ഋഷിയെ കണ്ടതും കരച്ചിലൂടെ ശ്രീലക്ഷ്മി വിളിച്ചു. ഏയ് ശ്രീ, കരയാതെ. അവര് പോയി. ഒന്നുമില്ല. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആരാ ഋഷി അവരൊക്കെ? അപ്പോഴും ഞെട്ടൽ വിട്ടുമാറാതെ നിൽക്കുന്ന പ്രയാഗ ഋഷിയെ നോക്കി ചോദിച്ചു. എനിക്കറിയില്ല പ്രയാഗ. അവരെന്തോ ആള് മാറി വന്നതാന്ന് തോന്നുന്നു. ഞാൻ കാര്യം വ്യക്തമാക്കി കൊടുത്തപ്പോൾ തന്നെ അവരെല്ലാം ഇവിടുന്ന് പോയി. ഋഷി ഒന്നും അറിയാത്ത മട്ടിൽ പറഞ്ഞു. അപ്പോഴായിരുന്നു വേണുഗോപാൽ അങ്ങോട്ട് കടന്നു വന്നത്. ഋഷിൻ, നീ എന്താണ് അവരെ ചെയ്യുന്നത്? ഋഷിക്ക് മുൻപിൽ കൈകെട്ടിയ രീതിയിലിരിക്കുന്ന ശ്രീലക്ഷ്മിയെയും പ്രയാഗയെയും മീനാക്ഷിയെയും കാണെ തെറ്റിദ്ധരിച്ചു പോയ വേണുഗോപാൽ ഉറക്കെ ചോദിച്ചു. സ്വന്തം അച്ഛനെ കണ്ടതും അതുവരെ കരയാതെ പിടിച്ചു നിന്ന പ്രയാഗ അയാൾക്കടുത്തേക്ക് ചെന്ന് അയാളുടെ തോളിൽ തല ചായ്ച്ചുകൊണ്ട് ഏങ്ങിക്കരഞ്ഞു. അതുകൂടെ കണ്ടതും അയാളുടെ ദേഷ്യം ഇരട്ടിച്ചു. ഋഷിയല്ല, ഋഷി ഒന്നും ചെയ്തിട്ടില്ല. ഋഷിയെ വേണുഗോപാൽ എന്തെങ്കിലും പറയുമെന്ന് തോന്നിയ ശ്രീലക്ഷ്മി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ടെങ്കിലും വിശ്വാസം വരാതെ അയാൾ എന്തോ പറയാനാഞ്ഞു. അപ്പോഴേക്കും അയാളെ തടഞ്ഞുകൊണ്ട് പ്രയാഗ നടന്ന കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു. മുഴുവനായി കാര്യങ്ങളെല്ലാം കേട്ടെങ്കിലും ഋഷി ഇന്നസെന്റ് ആണെന്ന് മാത്രം അയാൾക്ക് വിശ്വാസം വന്നില്ല. പക്ഷേ ഋഷിയോട് അയാൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ സാധിക്കും മുമ്പേ ലഞ്ച് ക്യാൻസൽ ചെയ്ത് മീനാക്ഷിയെയും ശ്രീലക്ഷ്മിയെയും കൂട്ടി ഋഷി അവിടെ നിന്നും ഇറങ്ങിയിരുന്നു. വംശീവ് ഋഷിയെ ഭയന്നതും അല്പം മുൻപേ ഉണ്ടായ കാര്യവും ഓർക്കെ ഋഷിക്കെന്തോ ഹിഡൻ ഫേസ് ഉണ്ടോ എന്ന പ്രയാഗയ്ക്കും നേരിയ സംശയം തോന്നിയിരുന്നു. എന്തു വന്നാലും ഋഷിയെ ഇനി മേലാൽ ജ്വല്ലറിയിൽ കണ്ടുപോരുത്. അതായിരുന്നു വേണുഗോപാലിന്റെ അവസാന വാക്ക്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.